കുറെ സുഹൃത്തുക്കൾ നമ്മുടെ കമന്റ് സെക്ഷനിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് ആംഗ്രി ബേർഡ് ബോട്ടിൽ ആർട്ട് ചെയ്യുമെന്നുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആംഗ്രി ബേർഡ് ബോട്ടിൽ ആർട്ടാണ്. ഇതുപോലത്തെ ഒരു കുഞ്ഞ് ബോട്ടിൽ ഉപയോഗിച്ചിട്ട് മിനിയേച്ചർ ബോട്ടിൽ ആർട്ട് എന്നുള്ള പോലെയാണ് ചെയ്യണത്. നിങ്ങൾക്ക് ഈ മെത്തേഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ ബോട്ടിലും ഇതുപോലെ ഈ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ട് ചെയ്തെടുക്കാം. സോ ഇതെങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നമ്മളിവിടെ ഇൻസുലിൻ ബോട്ടിൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യണത്. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞ് ബോട്ടിലുകൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലുകളിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻ്റ് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവരുടെ കയ്യിലൊക്കെ ഇതുപോലത്തെ ബോട്ടിൽസ് കാണും. അതുപോലെ ഇപ്രാവശ്യം നമ്മൾ ഫസ്റ്റ് കോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് എമൽഷൻ കളറാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് വൈറ്റ് കളർ ഇനാമൽ പെയിൻ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടും ചെയ്യാം. അപ്പോൾ അധികം പാച്ച് ഒന്നും വരാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഫസ്റ്റ് കോട്ട് കൊടുക്കുക, അതിനുശേഷം ഉണക്കാൻ വെക്കുക. ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇനാമൽ പെയിൻ്റ് ആണെങ്കിൽ കുറച്ച് അധികം ടൈം എടുക്കും, പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. നല്ല സ്മൂത്ത് സർഫസിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് റെഡ് ഫേബ്രിക് കളറാണ് ഞാനിവിടെ കൊടുക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെഡ് കളർ ഇതിൽ അപ്ലൈ ചെയ്യാം. നമ്മളിവിടെ ബ്ലാക്ക് കളർ കൊടുത്ത കാരണം നമുക്ക് കുറച്ച് ഡാർക്കായിട്ടാണ് റിസൾട്ട് കിട്ടുക, ഡാർക്ക് റെഡ് ആയിട്ടാണ് കിട്ടുക. അതിനുശേഷം കുറച്ച് സ്കിൻ കളർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഈ ഒരു പോർഷനിൽ വരച്ചു കൊടുക്കുക. ഇത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ആംഗ്രി ബേർഡ്സിന്റെ കണ്ണുണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സിറിഞ്ചിന്റെ ഈ ഒരു പോർഷൻ, ഈ ഒരു റൗണ്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് പേപ്പർ കട്ട് ചെയ്തിട്ടും യൂസ് ചെയ്യാം. ഒരു ടിഷ്യൂ പേപ്പറിന്റെ ചെറിയ പീസ് നമ്മൾ ഈ ഒരു പോർഷനിലായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ കണ്ണ് ഈസി ആയിട്ട് ബോട്ടിലിന്റെ മുകളിൽ ഒട്ടിക്കാം. അത് പെട്ടെന്ന് ക്യാച്ച് ആവും. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു ബ്ലാക്ക് ചാർട്ടിന്റെ പീസാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്ലാസ്റ്റിക് ഷീറ്റിന്റെ പീസ് കട്ട് ചെയ്തിട്ട് ഫേബ്രിക് കളർ ബ്ലാക്ക് കൊടുത്താലും മതിയാവും. അപ്പോൾ അതും ഇതുപോലെ നമ്മൾ ചെറിയൊരു പീസായിട്ട് ആംഗ്രി ബേർഡിന്റെ പിരികം പോലെ വെക്കാനാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളത് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ വൈറ്റ് കാർഡ്ബോർഡ് പീസ് ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തൊന്ന് മടക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൊക്കാക്കാം. അപ്പോൾ യെല്ലോ കളറാണ് അതിൻ്റെ കൊക്കിന് കൊടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഫേബ്രിക് കളർ ഉപയോഗിച്ചിട്ട് രണ്ട് സൈഡിലും യെല്ലോ കളർ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫേസിൽ വെക്കേണ്ട ഡീറ്റെയിൽ ആയിട്ടുള്ളതെല്ലാം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഈ ഒരു രീതിയിൽ ഓരോ പോർഷനിലായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാം. ഇതൊക്കെ നമുക്ക് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റും. പക്ഷെ പെട്ടെന്ന് ഒരു നല്ല റിസൾട്ട് കിട്ടണം, നല്ല ഉറപ്പിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ ഗ്ലൂ അല്ലെങ്കിൽ ഫെവിക്വിക്ക് ഒക്കെ യൂസ് ചെയ്യാം. അങ്ങനെ ഏകദേശം ഇത് ഉണങ്ങി നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കണ്ണിൻ്റെ മുകളിൽ ചെറിയൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഒരു ഡോട്ടും കൂടി നമുക്ക് ബ്ലാക്ക് കളറിൽ ചെറിയ രണ്ട് ഡോട്ടും കൂടി കൊടുത്താൽ നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും. അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തലയുടെ പോർഷനിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് ഒരു ഹാർട്ട് ഷേപ്പിൽ ഒരു പോർഷൻ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം അതിനൊരു റെഡ് കളർ അപ്ലൈ ചെയ്തു. ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു പാർട്ട് ആഡ് ചെയ്താൽ മതി. സോ ഇതൊക്കെയാണ് നമ്മുടെ മിനിയേച്ചർ ആംഗ്രി ബേർഡിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് പല മെറ്റീരിയൽസും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കിത് മിനിയേച്ചർ ആയിട്ടും അല്ലെങ്കിൽ വലിയ ബോട്ടിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു മെറ്റീരിയൽസ് നിങ്ങൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതേ മെറ്റീരിയൽസ് വേണമെന്നില്ല, നിങ്ങൾക്ക് ഏതാണോ ഇതിന് മാച്ചായി തോന്നുന്നത് അങ്ങനത്തെ മെറ്റീരിയൽസ് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് കളക്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് നോക്കുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ. അതുപോലെ കുറച്ച് വെള്ളം ഇതിൻ്റെ ഉള്ളിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ചെറിയ പ്ലാന്റ്സ് ഒക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഗാർഡനിൽ ഡയറക്റ്റ് മഴ കൊള്ളാത്ത ഏരിയകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം.